അച്ഛന്റെ പടം എങ്ങനെ ഉണ്ടായിരുന്നു? അവനാകെ പേടിച്ചു. ഇഷ്ടപ്പെട്ടു അച്ഛൻ്റെ സിനിമ? പേടിച്ചില്ല. ഫൈറ്റും പേടിച്ചില്ല. ഭയങ്കര സ്ട്രോങ് ആണ്. എന്താ മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട? കണ്ടോ, ഷായി സാറിന്റെ സിനിമയിൽ ഒരു കുഞ്ഞു പയ്യൻ പറയുന്നു ഫൈറ്റാ ഇഷ്ടപ്പെട്ടത്. അതാണ്. അതെ, ഞാൻ അമ്പലത്തിൽ അഭിനയിച്ചിരിക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ അഭിനയിച്ച ഒരാൾ പ്രേക്ഷകരായിട്ടിരുന്ന് കാണുമെന്നുള്ളത് ഈസിയുള്ള കാര്യമല്ല. നമുക്കൊരു ബയസ് കാണുമല്ലോ. പക്ഷെ നമ്മുടെ എല്ലാവരെയും നേരത്തെ പറഞ്ഞ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടു വളർന്നൊരു സംവിധായകനാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രെയിമിൽ നമ്മൾ സിനിമ പോകാൻ വരുമ്പോൾ തന്നെ ആഗ്രഹിച്ചൊരു സംവിധായകനാണ്. ആ ഒരു പടത്തിൽ അഭിനയിക്കണം, അങ്ങനെ ഫ്രെയിമിൽ ഫൈറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അതൊക്കെ സാധിച്ചു. ബാക്കി ഈ പടത്തിന്റെ മെറിറ്റും ത്രില്ലിംഗ് എലിമെന്റ്സ് വർക്ക് ആവുന്നതും ഒക്കെ സാധാരണ ഓഡിയൻസ്. ഞങ്ങൾക്ക് ഒരു ബയസ് എപ്പോഴും അൺകോൺഷ്യസ് ആയിട്ട് കാണും. അതുകൊണ്ടാണ്. പക്ഷെ വി എൻജോയ്ഡ് ഇറ്റ്, വി ലവ്ഡ് ഇറ്റ്. ഭയപ്പെടുത്തുന്ന സിനിമയാണ്. ഞാൻ ഫുട്ടേജ് കാണണം. അപ്പൊ നോക്കാം കോമ്പറ്റീഷൻ ഉണ്ട്. വളരെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു മൂവി അങ്ങനെ ചെയ്യാൻ പറ്റി. പിന്നെ ഭാവനേജ് ഓഫ് കോഴ്സ് ആളുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾ നമ്മുടെ എന്താ പറയുക, സിനിമയെ പറ്റി കൂടുതൽ ഞങ്ങൾ പറയുന്നതിൽ കാര്യമില്ല. മറ്റുള്ളവർ കണ്ട് പറയുന്നതാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വന്നു കണ്ടവർക്കൊക്കെ എൻഗേജിങ് ആണെന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷം തോന്നി. സോ നിങ്ങളെല്ലാവരും ഇനി കണ്ടിട്ടില്ല അല്ലേ? കണ്ടോ? എങ്ങനെയുണ്ട്? എലമെന്റ്സ് അതെല്ലാം വന്നു അല്ലേ? അതാണ് ഞങ്ങൾക്കും വേണ്ടത്. ഇതിലെല്ലാം ഉണ്ട്. ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളും പിന്നെ ത്രില്ലിംഗ് ആണെങ്കിലും പിന്നെ റൊമാൻസ് ആണെങ്കിലും ഒത്തിരി അങ്ങനെ നല്ല എലമെന്റ്സ് ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ തന്നെ അത് പോയി കാണണം. തിരിച്ചു വന്നല്ലോ ഓൾറെഡി. പുള്ളിക്കാരത്തി എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാരും കാണും, പടം കാണും. ഞാൻ അഭിനയിച്ച സിനിമ, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ, നല്ല പടമാണെന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാവരും കാണുക, പ്രേക്ഷകർക്ക് ഇഷ്ടമാവും. ഒരു ഹൊറർ ത്രില്ലർ പടമാണ്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇഷ്ടമാവും. പേടിച്ചില്ല. ത്രില്ലർ പ്ലസ് ഹൊറർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കണ്ടു നോക്കും. ഉണ്ട്. സൗണ്ടിങ് സൂപ്പർ. കൈലാസ് നന്നായി ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. നല്ല പടമാണ്. ഹൊററാണ്. കുറച്ച് ത്രില്ലറിന് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് ടെസ്റ്റ് കുറച്ച് ഷോക്കായി പോയി. പടം കണ്ട് പേടിച്ചോ? പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഭാവന കുഴപ്പമില്ല, നന്നായി അഭിനയിച്ചു. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള പടമാണ്. BGM ഭയങ്കര ലൗഡാണ്. അത്യാവശ്യം കുഴപ്പമില്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടുപടുത്തുള്ള ഒരു മെഡിക്കൽ ഒരു ക്രൈമാണല്ലോ, അത് തന്നെ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വലിയ ഗുണമൊന്നും പറയാൻ ഒരാളാണ് കണ്ടോണ്ടിരിക്കട്ടോ. പേടിച്ചോ? അങ്ങനെ നമുക്കിത് ഫീൽ കിട്ടും.